രാജ്യത്ത് ഇന്ധന വിലയും പാചകവാതക വിലയും കൂട്ടി. പെട്രോൾ ലിറ്ററിന് 88 പൈസയും ഡീസലിന് 86 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ നവംബർ 2-ന് ശേഷം ആദ്യമായാണ് വില കൂട്ടുന്നത്. കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് 105 രൂപ 18 പൈസയും ഡീസൽ ലിറ്ററിന് 92 രൂപ 40 പൈസയുമായി. പെട്രോളിന് 107 രൂപ 31 പൈസയും ഡീസലിന് 94 രൂപ 4 പൈസയുമാണ് തിരുവനന്തപുരത്തെ പുതുക്കിയ വില. കോഴിക്കോട് പെട്രോൾ വില 105 രൂപ 45 പൈസയായി, ഡീസൽ ലിറ്ററിന് 92 രൂപ 1 പൈസയായും വർദ്ധിപ്പിച്ചു. അതേസമയം അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുകയാണ്. ഈ വർഷം ആദ്യം ബാരലിന് $78 ഉണ്ടായിരുന്ന ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില $117 3.5 മാസം കൊണ്ട് 43% വർധനവാണ് ഉണ്ടായത്. സാധാരണക്കാർ കനത്ത പ്രഹരമാണ് ഇന്ധനവില വർധന. TG സജിത്തിന്റെ റിപ്പോർട്ട്. ഒരിടവേളയ്ക്ക് ശേഷം രാജ്യത്ത് ഇന്ധന വില വർധനവ് നടപ്പിലാവുകയാണ്. ഏകദേശം 4.5 മാസത്തിന് ശേഷമാണ് ഇന്ധനവിലയിൽ വീണ്ടും വർധനവുണ്ടാകുന്നത്. പെട്രോളിന് 88 പൈസയും ഡീസലിന് 85 പൈസ വരെയുമാണ് വർദ്ധിച്ചിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 127 ദിവസത്തിന് ശേഷമാണ് ഈ പെട്രോൾ ഡീസൽ വിലയിലെ പരിഷ്കരണം നിലവിൽ വരുന്നത്. കൊച്ചിയിൽ തിങ്കളാഴ്ച 104.17 രൂപയായിരുന്ന പെട്രോളിന് ഇന്നത് 87 പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത്. സമാനമായ രീതിയിൽ സംസ്ഥാനത്തെ മറ്റു ജില്ലകളിലും മാറ്റമുണ്ടായിട്ടുണ്ട്. നവംബറിൽ ദീപാവലിയോടനുബന്ധിച്ചാണ് അവസാനമായി വില പരിഷ്കരിച്ചത്. റഷ്യ യുക്രൈൻ സംഘർഷ പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിൽ വില $130 മുകളിലെത്തിയപ്പോഴും ഇന്ധനവിലയിൽ കാര്യമായ മാറ്റമുണ്ടായിരുന്നില്ല. പക്ഷേ വില വർധനവ് രാജ്യത്തുണ്ടാകുമെന്ന കാര്യം അപ്പോൾ മുതൽ തന്നെ ചർച്ചയായിരുന്നു. അത് ഇന്നു മുതൽ നടപ്പിലാകുന്നു എന്നതാണ് പ്രത്യേകത. ഇന്ന് 88 പൈസയുടെ പെട്രോളിൻ്റെ വില വർധനവുണ്ടാകുന്നു. ആ വില വർധനവ് ഇനി വരുന്ന ദിവസങ്ങളിലും രൂക്ഷമായി തന്നെ ഉണ്ടാകും എന്ന സൂചനയാണ് ഉള്ളത്. അതായത് മുമ്പ് നടപ്പിലാക്കിയിരുന്നത് പോലെ ദിവസവും ചെറിയ തുകയെങ്കിലും വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ധനവിലയിൽ ഇനി അങ്ങോട്ട് വലിയൊരു വില വർധനവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഇന്നു മുതൽ നടപ്പിലാവാനുള്ള സാധ്യതയാണുള്ളത്. നേരത്തെ UP ഇലക്ഷൻ കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ ഇന്ധനവില വർധനവ് നടപ്പിലാക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അത് നീണ്ടുപോയിരുന്നു, അത് നടപ്പിലായിരുന്നില്ല. പക്ഷേ ഇന്നു മുതൽ ഇന്ധനവില വർധനവ് നടപ്പിലാവുകയാണ്. സ്വാഭാവികമായത് ജനങ്ങൾക്ക് മുകളിൽ വലിയൊരു വെല്ലുവിളിയായി മാറുന്നു. കേരളത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം ഇന്ധനവില വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ കേരളത്തിൽ ബസ് ചാർജ് നിരക്കുകൾ വർദ്ധിക്കാനിരിക്കുന്നു, ഓട്ടോ ടാക്സി നിരക്കുകൾ വർദ്ധിക്കാനിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇപ്പോഴും ഈ ഇന്ധനവില വർധനവ് ജനങ്ങൾക്ക് മുന്നിൽ വലിയ അധികഭാരം സൃഷ്ടിക്കുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നത്. പെട്രോളിന്റെ വില വർധനവ് വീണ്ടും ഉണ്ടാവുകയാണ്. എന്താണ് പ്രതികരണം? വളരെ ബുദ്ധിമുട്ടായ സാഹചര്യം തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മൾ അറിയാമല്ലോ ഇപ്പോഴത്തെ അവസ്ഥയിൽ പിന്നെ സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കൂടെ പാലിന് വില കൂടുന്നു, അരിക്ക് വില കൂടുന്നു, അതിൻ്റെ കൂടെ ഇതും കൂടെ ആകുമ്പോഴേക്കും വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. വീണ്ടും പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുകയാണ്. 88 പൈസയാണ് പെട്രോളിന് കൂടിയിരിക്കുന്നത്. ഡെയിലി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്തിനാൻ പറ്റും? അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റില്ല. അവർ കൂട്ടി നമ്മൾ ഡെയിലി അടിക്കുന്നു. എത്ര സമയം നടത്തിയാലും ഒരു രക്ഷയില്ല. അവർ സമയം നടത്തിക്കൊണ്ടിരിക്കും. നമ്മൾ കാര്യമില്ല. നിങ്ങളുടെ ഈ ഓട്ടോ ടാക്സി റേറ്റിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവണം. റേറ്റ് എന്ന് പറയുമ്പോൾ മാറ്റം ഉണ്ടാകണം. പിന്നെ ഈ വിലയ്ക്ക് പറയുമ്പോഴേക്കും അടിക്കുമ്പോഴത്തേക്കും മാറ്റം ഉണ്ടാകാൻ പറ്റും. അതാണ് പറയണ്ടേ. എന്തായാലും ഇനിയും വർധനവുണ്ടാകുമെന്ന് തന്നെയാണ് ഉപഭോക്താക്കളും പ്രതീക്ഷിക്കുന്നത്. കാരണം മുൻപുണ്ടായിരുന്നത് പോലെയുള്ള ആ വർധനവ് വീണ്ടും തിരിച്ചു വരുന്നു. അതുകൊണ്ട് ആ ഒരു വെല്ലുവിളി ജനങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകുമെന്ന ഒരു തിരിച്ചറിവിലാണ് പൊതുജനങ്ങളും. എന്തായാലും വലിയൊരു വെല്ലുവിളിയാണ് ഈ ഇന്ധനവില വർധനവ് സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നത്. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വില സിലിണ്ടറിന് 50 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. 5 കിലോയുടെ പാചകവാതക സിലിണ്ടറിന് 13 രൂപ വർദ്ധിച്ചു. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ട്. എന്തായാലും കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇന്ധനവില വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പെട്രോളിനും ഡീസലിനും മാത്രമല്ല, പാചകവാതകത്തിന് കൂടി വില വർദ്ധിച്ചിരിക്കുന്നു. പാചകവാതകത്തിന് 50 രൂപയാണ് വർദ്ധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പുതിയ വില വർധനവിൽ ഗാർഹിക ഉപഭോക്താക്കളെല്ലാം തന്നെ എന്തു പറയുന്നു എന്നത് നമുക്ക് നോക്കാം. കുറെ ദിവസത്തിന് ശേഷമാണ് വില വർദ്ധിച്ചിട്ടുള്ളത്. എന്താ പറയാറുള്ളത്? ഗ്യാസ് ഇപ്പം എങ്ങനെ വില കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ പാചകത്തിനുള്ള ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടിലാവും. എല്ലാറ്റിനും ഇപ്പോൾ ചുടുവെള്ളവും കുടിക്കാനുള്ള സാധനങ്ങൾ കഴിക്കാനുള്ളതെല്ലാം ചൂടായിട്ട് കഴിക്കേണ്ട സന്ദർഭമാണ് ഈ കോവിഡ് കാലമായതുകൊണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ വില ഇങ്ങനെ വർദ്ധിച്ചു പോകുമ്പോൾ സാധാരണക്കാർക്കൊക്കെ ഭയങ്കര വിഷമത്തിലാകും.
എന്താ വലിയ തോതിലുള്ള വില വർദ്ധിച്ചിരിക്കുന്നത്? 50 രൂപ കൂടിയിട്ടുണ്ട് കുറെ കാലത്തിന് ശേഷം. 50 രൂപ കൂടാൻ കാരണം ഇതിപ്പോൾ നമ്മൾക്ക് ഇലക്ഷൻ ഉള്ളത് കൊണ്ടായിരുന്നു. മൂന്ന് മാസമായിട്ട് കൂടിയില്ല. അത് കൊണ്ട് ഇലക്ഷൻ ഉള്ളത് കൊണ്ടാണ് അവർ കൂട്ടാണ്ടിരുന്നത്. അവർക്ക് ജനങ്ങളുടെ വോട്ട് കിട്ടണം. ജനങ്ങൾക്ക് പിന്നെ ഗ്യാസ് പിന്നെ കൂട്ടിക്കൊടുത്താൽ എന്താണ്, കുറച്ച് കൊടുത്താൽ ഇലക്ഷൻ ചെയ്ത പിന്നെ കാശൊക്കെ അവർക്ക് എടുക്കണം. ഇലക്ഷന് ചിലവാക്കിയ കാശൊക്കെ അതിനു വേണ്ടി ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുകയാണ്. ഇതേ ഗ്യാസ് അതെ, ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ടാണ് ഇതിന് വർദ്ധിപ്പിക്കാൻ കാരണം. ഇന്ധനവും ഗ്യാസും വർദ്ധിപ്പിക്കാൻ കാരണം. ഇതിനു മുമ്പ് ഒരു 600 രൂപയാണെങ്കിൽ ജനങ്ങളൊക്കെ എങ്ങനെ സഹിക്കാൻ. പക്ഷേ ഇപ്പോൾ 1000 രൂപ കഴിഞ്ഞു. എനിക്ക് ആകെപ്പാടെ 10-15 രൂപ പെൻഷനേ ഉള്ളൂ. ഇനി ഞാനും ഉണ്ട്, എൻ്റെ ഭാര്യയുണ്ട്. ഞങ്ങൾക്ക് സുഖമില്ലാത്ത ആൾക്കാരാണ്. ഞങ്ങൾക്ക് അതിനുള്ള മരുന്ന് മന്ത്രം അതൊക്കെ വേണം. അപ്പോൾ ഇങ്ങനെ വില കൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക? ആരുടെ അടുത്താണ് പോയി പറയുക? ഞങ്ങൾക്ക് ഏത് സർക്കാർക്കുണ്ട്? കേരള സർക്കാരിൻ്റെ അടുത്തും പറയാൻ പറ്റില്ല, സെൻട്രൽ സർക്കാരിൻ്റെ അടുത്തും പറയാൻ പറ്റില്ല. അയ്യേ, സബ്സിഡി കിട്ടിയിട്ട് 1 കൊല്ലം 2 കൊല്ലമായി. ഈ കോവിഡിൻ്റെ ശേഷം സബ്സിഡിയില്ല, ഒരു CD ഇല്ല. CD ഉണ്ട് എൻ്റെ വീട്ടിലെന്ന് പറയും, അല്ല സബ്സിഡി ഇല്ല. അതെ, ജീവിത ചെലവ് വർദ്ധിക്കും. കാരണം ഇപ്പോൾ 1000-ന്റെ മുകളിൽ 50 രൂപ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ 1000-ന്റെ മുകളിലാണ് ഇപ്പോൾ ഇത് കൂടുന്നത്. അപ്പം പാവപ്പെട്ടവർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനെന്ന് വെച്ചാൽ ഇപ്പോൾ അങ്കിള് പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്ക് സബ്സിഡി കിട്ടിയിട്ട് 2 വർഷമായി. സബ്സിഡി കിട്ടുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കൊരു സമാധാനമായിരുന്നു. നമ്മുടെ അക്കൗണ്ടിൽ കറക്റ്റ് നമ്മൾ ഗ്യാസ് വന്നു കഴിഞ്ഞ് അതിൻ്റെ പൈസ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു 1000 രൂപയാണെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു 300-400 സബ്സിഡി കയറും. 600 രൂപയൊക്കെ ആയിരുന്ന സമയത്ത് 200 സംതിങ് ഒക്കെയാണ് കയറിയിരുന്നത്. അത് വീട്ടമ്മമാരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമായിരുന്നു. ഇപ്പോൾ ഇത് കൂടിയെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊക്കെ ഭയങ്കര ടെൻഷനായി. കാരണം എല്ലാം ഗ്യാസുമേലാണ് വെക്കുന്നത്, നമ്മളെല്ലാം ഉണ്ടാക്കുന്നത്. നമുക്ക് സദാ അങ്ങനത്തെ വേറെ അടുപ്പതൊന്നുമില്ല. എന്തായാലും എല്ലാവരും വലിയ പ്രതിഷേധം തന്നെയാണ് പറയുന്നത്. കാരണം കുറെ കാലത്തിന് ശേഷം വീണ്ടും വില വർദ്ധിക്കുന്നു. അത് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ ചെലവുകളും വർദ്ധിച്ചിരിക്കുന്നു. അതിനിടയിൽ പാചകവാതകത്തിന്റെയും ഇന്ധന വില വർധനവും വീണ്ടും വരുന്നത് ആളുകൾക്ക് വലിയ ദുസ്സഹമാവുന്ന വിധത്തിലേക്ക് ജീവിത ചെലവ് വർദ്ധിക്കുമെന്നാണ് എല്ലാവർക്കും പങ്കുവെക്കാനുള്ളത്. സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ സിൽവർ ലൈൻ കല്ലിടലിനെതിരായ പ്രതിഷേധം ഇന്നും തുടരും. മലപ്പുറം ജില്ലയിലെ തിരുനാവായ പല്ലാർ മേഖലയിൽ സർവേ നടപടികൾ പുനരാരംഭിക്കും. 250-ലധികം വീടുകൾക്കിടയിലൂടെ വേണം പാതയുടെ സ്ഥാനം അടയാളപ്പെടുത്താൻ. അതേസമയം എറണാകുളം ചോറ്റാനിക്കരയിൽ സിൽവർ ലൈൻ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുത്തു. കോഴിക്കോട് ജില്ലയിൽ ഇന്നത്തെ സർവേ നടപടികൾ മാറ്റിവെച്ചു. കല്ലിടുന്നതിന്റെ ഭാഗമായി കോട്ടയം കുഴിയാലിപ്പടിയിൽ പോലീസ് എത്തി. സമരത്തിന് വന്ന പ്രിൻസ് ലൂക്കോസിനെ പോലീസ് തടഞ്ഞു. കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്ത്, എറണാകുളത്ത് നിന്ന് ഡാനി, തിരുനാവയിൽ നിന്നും CV അനുമോദ്, കോട്ടയത്ത് നിന്നും G ശ്രീത്ത് എന്നിവർ ചേരും. ആദ്യം ശ്രീത്ത്, കോട്ടയത്ത് സർവേ നടപടികൾക്കുള്ള ഒരുക്കത്തിലാണ് സംവിധാനങ്ങൾ എന്നറിയുന്നു. അവിടെ ജനങ്ങളുടെ വലിയ കൂട്ടമുണ്ടോ? പ്രതിഷേധം ഇന്നും തുടരുമോ? രഞ്ജിത്ത്, ഇന്നലെയൊക്കെ ഒരു 9:30 കൂടിയാണ് ഈ കല്ലിടാൻ ഉദ്യോഗസ്ഥരെത്തിയെങ്കിൽ ഇന്ന് നേരത്തെ എത്തിയിരിക്കുന്നു. ഇന്ന് കുറച്ച് തന്ത്രങ്ങൾ മാറ്റിക്കൊണ്ടാണ്, അതായത് ഈ സ്ഥലത്ത് ഇന്നലെ പ്രതിഷേധക്കാർ രാവിലെ തന്നെ എത്തിയിരുന്നു. അതുകൊണ്ട് ആ ഭാഗം പൂർണ്ണമായും അടച്ചുകൊണ്ട്, ആ വഴി പൂർണ്ണമായും അടച്ചുകൊണ്ടാണ് ഇന്ന് പോലീസ് ഈ കല്ലിടലിനുള്ള സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. വലിയ പോലീസ് സന്നാഹം തന്നെയുണ്ട്. ഇന്നലെ കോട്ടയം ഡിവൈഎസ്പി സന്തോഷ് കുമാറാണ് ഈ നടപടികൾക്ക് നേതൃത്വം വഹിച്ചതെങ്കിൽ ഇന്ന് വൈക്കം ഡിവൈഎസ്പിക്കാണ് ചുമതല നൽകിക്കൊണ്ടിരിക്കുന്നത്. AJ തോമസ് ഈ നടപടിക്രമങ്ങൾ സുരക്ഷ ഒരുക്കി ഇവിടെ കാത്തു നിൽക്കുകയാണ്. എന്തായാലും ഉദ്യോഗസ്ഥരും കല്ലും ഒക്കെ എത്തിയിട്ടുണ്ട്. ഏത് നിമിഷവും കല്ലിടാം. ഇതിന് 2 ഭാഗത്തും പോലീസിനെ വിന്യസിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തുന്നവരെ തടയുന്ന നീക്കം തന്നെയാണുള്ളത്. ഇപ്പുറത്തും അപ്പുറത്തും 2 ഭാഗത്തും പ്രതിഷേധക്കാരെത്തുന്നുണ്ട്. ഇവിടെ പ്രിൻസ് ലൂക്കോസ് എന്റെ ഒപ്പം ചേരുന്നുണ്ട്. എന്താണ്, നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല എന്നാണോ പോലീസ്? ഇപ്പൊ അതാണ് പറയുന്നത്. പോലീസ് പറയുന്നത് ഇതിൽ പോകാൻ പറ്റില്ലെന്ന് പറയുന്നു. ഇവർക്ക് അതിന്റെ ഉത്തരവുണ്ടോ? കോടതി ഉത്തരവുണ്ടോ? അല്ല, ഇങ്ങനെ റോഡ് ബ്ലോക്ക് ചെയ്യാനാണ്. കല്ലിടാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. കല്ലിടുന്നതിന് നിയമവിരുദ്ധമാണ്. ഭൂമി ഏറ്റെടുക്കാതെ ഒരാളുടെ മനുഷ്യന്റെ ഭൂമിയിൽ 2013 പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമുണ്ട്, ഭൂമി ഏറ്റെടുക്കാൻ സംബന്ധമായിട്ട്. അതിന്റെയൊക്കെ നഗ്നമായ ലംഘനം ഇവിടെ നടക്കുകയാണ്. അതിനെല്ലാം ഭരിക്കുന്ന ഭരണപക്ഷം പോലീസിന് ഉപയോഗിക്കുകയാണ്. ഇതിന്റെ പ്രതിഷേധമുണ്ട്. ഇത് ഞാൻ ജനിച്ചോളം നമ്മൾ ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് എന്നോട് അങ്ങോട്ട് പോകരുതെന്ന് പറയാതിരിക്കാണ്ട് ഇവിടെ പോലീസ് ഓഫീസേഴ്സ് എന്ത് അധികാരമാണുള്ളത്? ഇന്നലെ 8 മണിക്കൂർ ഉപരോധമാണ് ഇവിടെ നടന്നത്. ആ 8 മണിക്കൂർ ഉപരോധത്തിൽ കണ്ടതെന്താ? എല്ലാ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇവിടെ പദ്ധതി നടപ്പാക്കുന്ന സർക്കാർ പറയുന്നത്
കുറേ പോലീസുകാരെ ഭിന്നയിച്ചുകൊണ്ട് നാട്ടുകാരെ എൻ്റെ കൊള്ളക്കാരെ കാണുന്ന പോലെ പിടിച്ചുപറിക്കാരെ കാണുന്ന പോലെ ആക്രമിക്കാൻ നിർത്തുകയാണ്. ഇവിടെ കേരളയിലിൻ്റെ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാർ വന്ന് പള്ളക്കകത്തിരിക്കുകയാണ്. ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളോട് പറയട്ടെ, ഒറ്റമുറി വീടുള്ളൊരു അമ്മ പറഞ്ഞില്ലേ, മരിച്ചു ഇനി എന്ത് ചെയ്യും നിങ്ങൾ? ഞങ്ങൾ പോരാടും. പോലീസിന് വഴിക്ക് പോകും, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകും. ജനങ്ങൾ കൂടുതലെത്തും. ജനങ്ങളെ തടഞ്ഞു നിർത്തിയൊന്നും ഒരു പദ്ധതി ഇവിടെ നടത്താൻ പറ്റില്ല. ഇവിടെ കല്ലിട്ട് പോലീസ് ഓഫീസർമാർ കല്ലിന് കാവൽ നിൽക്കുമോ? ഞാൻ ചോദിക്കട്ടെ. എന്തായാലും ഇത് തന്നെയാണ് സമാനമായ ഇതിന്റെ തൊട്ടപ്പുറത്തും സമാനമായ സംഘർഷ സ്ഥിതിവിശേഷം തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അവിടെ ഈ വാർഡ് കൗൺസിലർ BJPയുടെ കൗൺസിലറാണ്. അവരൊക്കെ എത്തി അവിടെ പോലീസ് അവിടെ തടഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് ഈ കല്ലിടാൻ ഉദ്ദേശിച്ച മേഖലയിൽ കൃത്യമായി അത് വേർതിരിച്ചുകൊണ്ട് അവിടെ സുരക്ഷ ഒരുക്കുക എന്ന തന്ത്രമാണുള്ളത്. ജനങ്ങൾ എത്തുന്നതേ ഉള്ളൂ രാവിലെ. അതിലേക്കൊക്കെ എത്തും മുൻപ് തന്നെ ഇവരെ തടഞ്ഞുകൊണ്ട് രാവിലെ തന്നെ പോലീസ് ഇന്ന് കല്ലിടാൻ ഉറച്ച് എത്തുന്നു. എന്തായാലും DYSPയുമായി ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളും BJP നേതാക്കളും ഒക്കെ. ഇല്ല, ആകെ ഈ പേന മാത്രമേ ഉള്ളൂ, വേറെ ഒരായുധം ഇല്ല. പേന വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാ? അപ്പോൾ ഈ രാജ്യത്തൊരു നിയമമില്ലേ? പട്ടാള ഭരണമാണോ? ഒരു പട്ടാള ഭരണമല്ലല്ലോ ഈ രാജ്യത്തൊരു നിയമമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരു വൺ സൈഡ് മാത്രമല്ലോ സാർ, അങ്ങോട്ട് പോകാനുള്ള അനുഭവം എന്താ? അതല്ലേ വേണ്ടത്. പാകിസ്ഥാന്റെ അതിർത്തിയാണോ ഇത്? ഇത് പാറമ്പടിയല്ലേ? ഇവിടെ എന്താ നടക്കുന്നത്? അങ്ങോട്ട് പോകാൻ ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾക്കെതിരെ വേറെ ഒരു കോടതിയൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരു നിയമവിരുദ്ധമായ ഒരു കാര്യത്തിൽ ചെയ്യുന്നില്ല. ജനപ്രതിനിധികൾ നിയമപ്രകാരം ഇന്ത്യൻ ഭരണഘടനപ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങൾക്ക് അവിടെ ഒന്ന് പോകണം. അതാണ് കാര്യം. അതിനെന്താ തടസ്സം നിങ്ങൾ പറയണം. ബലപ്രയോഗത്തിന് ഞങ്ങളില്ല. ഒരു ജനാധിപത്യ രാജ്യമല്ലേ? ഇവരെയൊക്കെ തന്നെ വിട്ടത് ചാനൽ. നിങ്ങളാണല്ലോ കുഴപ്പക്കാർ. നിങ്ങളും രാവിലെ ഇറങ്ങുകയല്ലേ? ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുള്ളൂ. ഇത് കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ 3-ാം വാർഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ ഈ വാർഡിലെ താമസക്കാരനാണ്, ഒരു ജനപ്രതിനിധിയാണ്. ഇത് തൊട്ടടുത്ത വാർഡിലെ ജനപ്രതിനിധിയാണ്. ഈ വാർഡിലെ ജനപ്രതിനിധിയാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് അപ്പുറത്തെ വാർഡിലെ ജനപ്രതിനിധിയാണ്. ഞങ്ങൾക്ക് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലേ? ഉണ്ടല്ലോ. അതിനെതിരായിട്ട് എന്തെങ്കിലും കോടതി വിധിയുണ്ടോ? ചാനലിൽ വന്നിട്ടുണ്ടോ? നിങ്ങളല്ലേ ആദ്യം അറിയുന്നത്. അപ്പം ഞങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു നിയമവിരുദ്ധമായിട്ടുള്ളൊരു കാര്യം ചെയ്യുമോ, ഞങ്ങൾ സംഘം ചേരുവോ, ആക്രമിക്കുകയോ, ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളോ ബോംബോ ഒന്നുമില്ല. ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്കറിയണം. അതുമാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ല, വേറെ യാതൊരു ലക്ഷ്യമില്ല. കല്ലിടൽ എവിടെ കല്ലിടുന്നത് അറിയണ്ടേ? എവിടെയാണ് കല്ലിടുന്നത്? ഏത് വീടിന്റെ അടുക്കാണ് കല്ലിടുന്നത്? അതുകൂടെ അറിയണ്ടേ? ഞങ്ങൾക്കറിയാം. ഇന്നലെ വന്നപ്പോൾ പിന്നെ ഇന്ന് വരുമല്ലോ, തുടർച്ചയല്ലേ? അതിന്റെ തുടർച്ചയായിട്ട് വരുമെന്ന് നമുക്കൊരു നമ്മൾ സ്റ്റേഷനിൽ രാവിലെ ഒരു ആവശ്യത്തിന് വിളിച്ച് ആദ്യം പറയുന്നത് വാഹനമില്ല, അല്ലെ ആളുകളില്ല എന്നാ പറയുന്നത്. ഇന്ന് രാവിലെ 9 മണിയായപ്പോൾ ഇവിടെ ഇത്രയും പോലീസിനെ വിളിച്ചു. ഇത് എന്ത് സംവിധാനമാണ് ഈ കേരളത്തിൽ നടക്കുന്നത്? ഒരു ആവശ്യത്തിന് വാർഡിലെ ഒരു ആവശ്യത്തിന് വിളിച്ച് അന്നേരം പറയുന്ന മറുപടി ഇതാണ്, ഇന്ന് വാഹനമില്ല, അല്ലെ ആളുകൾ എത്തിയില്ല, ഡ്യൂട്ടിക്ക് എത്തിയില്ല, ഡ്യൂട്ടി കൈമാറുന്ന സമയം, ഇങ്ങനെ പല രീതിയിലുള്ള കാരണങ്ങളാണ് പറയുന്നത്. ഇപ്പൊ രാവിലെ 8:30 മണിയായപ്പോൾ 100 കണക്കിന് പോലീസുകാരെ വിന്യസിച്ചിരിക്കുന്നു. അപ്പൊ ഏതിനും ഓരോ രീതികളുണ്ടെന്ന് മനസ്സിലായി. 5-6 സ്റ്റേഷനുകളിൽ ആളില്ല. ഇന്നലെ പല കേസുകൾക്കും പല സ്ഥലത്തും ആൾക്കാർ ചെന്നിട്ട് അവിടെ ആരും ഇല്ല അറ്റൻഡ് ചെയ്യാനായിട്ട്. അവിടെ ഒന്നും ആറ്റില്ല. അയർക്കുന്നത്തുണ്ടായിരുന്നു, മണർകാട് ഉണ്ടായിരുന്നു, പല പല കേസുകളുമായിട്ട് ചെന്നു. സ്റ്റേഷനിൽ ആൾ വേണ്ടേ കേസ് എടുക്കാനായിട്ടോ അറ്റൻഡ് ചെയ്യാനായിട്ടോ? ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പരമമായ ലക്ഷ്യം. ഇതിപ്പോ എല്ലാ കല്ലിനും പോലീസ് എല്ലാ ദിവസവും കാവൽ നിൽക്കാനൊന്നും പറ്റിയല്ല. ഞങ്ങൾക്കാണ് ഈ നാട്ടിൽ നിന്ന് പോകാനും പറ്റുകയില്ല. അതുകൊണ്ട് കല്ലിട്ടാൽ പിന്നെ അതിന്റെ ബാക്കി എന്ത് വേണമെന്ന് ഞങ്ങൾ ആ സമയത്ത് ആലോചിക്കുകയും ചെയ്യുകയും ചെയ്യും. അല്ല ഓരോ കല്ലിനും ഓരോ പോലീസുകാരെ നടത്തേണ്ടി വരും. അത് വേണ്ടേ? തെക്ക് വടക്ക് കാസർഗോഡ് വരെ നടത്തേണ്ടി വരും. അപ്പോൾ ജനവിരുദ്ധമായ ഒരു പദ്ധതിയാണെന്ന് ഞങ്ങൾക്കിപ്പോൾ ബോധ്യമായി. കാരണം കേരള കമ്പനി എന്ന് പറയുന്നത് ഒരു സ്വകാര്യ കമ്പനിയാണ്. കേരള സർക്കാരിൻ്റെ കമ്പനിയല്ല, ഇന്ത്യ ഗവൺമെൻറ് കമ്പനിയല്ല, ഇന്ത്യൻ റെയിൽവേയുടെ കമ്പനിയല്ല. ഒരു സ്വകാര്യ വ്യക്തിക്ക് ഇവിടെ ഏതെങ്കിലും ഒരു പണക്കാരൻ ഒരു പദ്ധതിയായിട്ട് വന്ന് അതിന് പോലീസ് സംരക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ എന്ത് കാര്യമാണ്? ഇവർക്ക് വേറെ ജോലിയില്ലേ? കോട്ടയം കുഴിയാലിപ്പടിയിൽ ആണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. അവിടെ സമരത്തിന് വന്ന ജനപ്രതിനിധികളെ, പ്രിൻസ് ലൂക്കോസ് അടക്കമുള്ള ജനപ്രതിനിധികളെ അവിടെ പോലീസ് തടഞ്ഞു നിർത്തിയിരിക്കുന്നു. അതിൽ അവർക്ക് വലിയ പ്രതിഷേധമുണ്ട്. തങ്ങളുടെ നാടാണ്, തങ്ങൾക്ക് അങ്ങോട്ടേക്ക് കടന്നു പോകുന്നതിന് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. പാകിസ്ഥാൻ അതിർത്തിയൊന്നുമല്ലല്ലോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ജനപ്രതിനിധികൾ ഇത്തരത്തിൽ പോലീസിനോട് തർക്കിക്കുന്നത്. മാധ്യമങ്ങളോട് അവർ സംസാരിക്കുന്നുമുണ്ട്. നമുക്കിനി എറണാകുളത്തേക്ക്
ഒന്ന് പോകണം. എറണാകുളത്ത് ഡാനി ഇപ്പോൾ ഡാനി, എറണാകുളത്ത് സർവേ നടപടികൾ നിർത്തിവെച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ജനകീയ പ്രതിഷേധത്തെ തുടർന്നാണോ ഇന്നും സർവേ വേണ്ട എന്ന് നിശ്ചയിച്ചിരിക്കുന്നത്? രഞ്ജിത്തെ, അതാണ് ഏറ്റവും പുതിയ വിവരം ചേർക്കാനുള്ളത്. കാരണം ഇന്നും സർവേ നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നത്. നമ്മൾ ചോറ്റാനിക്കരയിലാണുള്ളത്. ചോറ്റാനിക്കരയിൽ ഇന്നലെ സർവേ നടപടികൾ ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള എതിർപ്പും പ്രതിഷേധവും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ സർവേ കല്ലുകളടക്കം എറിയുന്ന രീതിയിലേക്ക് പ്രതിഷേധം മാറിയിരുന്നു. പക്ഷേ ഇന്ന് അത്തരം കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പ്രതിഷേധം കനക്കുന്നു എന്ന കാര്യങ്ങളടക്കം കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് സർവേ നടപടികൾ എറണാകുളം ജില്ലയിൽ ഉണ്ടാകില്ല എന്നാണ് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. കേരളയിലെ സർവേ നടപടികളുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സമയത്തെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പോലീസും സന്നാഹവും അടക്കം ഇവിടേക്ക് എത്തിയിരുന്നു. ഈ പ്രദേശത്താണ് ഇന്നലെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നത്. ഇവിടെ സ്ഥാപിച്ചിരുന്ന ഈ റോഡരികിൽ ഇവിടെ സ്ഥാപിച്ചിരുന്ന സർവേ കല്ലായിരുന്നു, അതിരടയാള കല്ലുകളായിരുന്നു. അത് പിഴുതെടുത്തിട്ട് സമീപത്തേക്ക് കുളത്തിലേക്കും മറ്റും എറിഞ്ഞിരുന്നത്. ഈ വയലിന്റെ നടുവിലൂടെയാണ് ഇവിടേക്കാണ് കേരളയിലെ സിൽവർ ലൈനിന്റെ പദ്ധതി കടന്നു വരുന്നത്. വലിയ പ്രതിഷേധം ഇന്നലെ ഇവിടെ ഉയർന്നിരുന്നു. ഇവിടെ സ്വകാര്യ ഭൂമിയിലേക്ക് അടക്കം ഈ സർവേ നടപടികളുമായി ചെന്നപ്പോൾ കടുത്ത പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. UDFന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. തുടർന്ന് പോലീസ് സന്നാഹം ഇവിടെ വലിയ രീതിയിൽ തന്നെ അണിനിരന്നു. സർവേ കല്ലുകൾ സ്ഥാപിച്ച സർവേ കല്ലുകൾ മുഴുവനായിട്ട് തന്നെ എറിഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധം മുന്നോട്ട് പോയത്. തുടർന്ന് നടപടികൾ പൂർത്തിയാക്കാതെ സർവേ നടപടികൾ പൂർത്തിയാക്കാതെ ഉദ്യോഗസ്ഥ സംഘം അടക്കം ഇവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. ഇന്ന് തുടർച്ചയായിട്ട് തന്നെ സർവേ നടപടികൾ ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ആ സർവേ നടപടികൾ ഇല്ല എന്നാണ് ഒടുവിൽ ഇപ്പോൾ കേരളയിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ പ്രതിഷേധം അത് തുടർന്നുകൊണ്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇന്ന് അല്പസമയത്തിനകം തന്നെ ഇവിടെ UDFന്റെ നേതൃത്വത്തിൽ ഇവിടെ കൂടിയാലോചന യോഗം നടക്കുന്നുണ്ട്. കാരണം സമീപ ദിവസങ്ങളിൽ തന്നെ, അതായത് ഇന്നിപ്പോൾ സർവേ നടപടികളില്ല എങ്കിൽ കൂടിയും വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഈ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല. അപ്പോൾ അതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കാം, ഏത് രീതിയിൽ പ്രതിഷേധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതടക്കമുള്ള കാര്യങ്ങൾ പദ്ധതിക്ക് നമ്മൾ നടന്ന് മടുക്കുക. PMI പദ്ധതി കൊടുക്കാമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അത് കൊടുക്കാമെന്ന് നമുക്ക് പറയാൻ അർഹതയുണ്ടോ? അതൊന്ന് പറഞ്ഞേ. ഈ PMI പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച് അവിടുന്ന് സംസ്ഥാനത്ത് വന്ന് അവിടുന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ വന്ന് വേണ്ട കൊടുക്കാൻ. ഈ 4.5 ലക്ഷം രൂപ കൊണ്ട് ഈ എവിടെ പോകും ഞങ്ങള്? PMI പദ്ധതി എന്ന് പുള്ളി പറഞ്ഞു. പിന്നെ അവരെ പ്രമുഖന്മാര് അവര് വന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കുവോ? ഞങ്ങളുടെ മേലധ്യക്ഷന്മാരുണ്ട്, സമ്മതിച്ചു. അവര് പറഞ്ഞാൽ അവര് ഞങ്ങളെ രക്ഷിക്കുവോ? ഏതെങ്കിലും സമുദായത്തിന്റെ നേതാക്കന്മാർ വന്നിപ്പോ ഇവിടെ പറയുക നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കാം, അവർ ഞങ്ങൾക്ക് തരുമോ 1 സെന്റ് സ്ഥലം? കെട്ടുതാലി വരെ വിറ്റേച്ച് വാങ്ങും, പണിതാ വീട്. അല്ല, ഞങ്ങൾ വികസനത്തിനെതിരല്ല, അങ്ങനെ പറയരുത്. ഞങ്ങൾ വിപ്ലവകാരികളാണ്, തീവ്രവാദികളാണ്, അങ്ങനെയൊന്നും വന്ന് ചാനലിൽ പറയരുത് നേതാക്കന്മാര്. ഞങ്ങൾ ആ കൂടെയൊക്കെ നടന്ന ആളുകളൊക്കെ തന്നെയാണ്. അല്ല, ഞങ്ങൾ പോലീസുകാരോടോ ഈ സർക്കാരിനോടോ എതിരല്ല. നിങ്ങൾ ഞങ്ങളോടൊന്നും സർക്കാരൊന്നും വന്ന് പറയുമായിരുന്നെങ്കിൽ എളുപ്പം ഇത് ഇന്ന സ്ഥലങ്ങൾ അവിടെ 1.5 ആൾ വെള്ളം പൊക്കതുണ്ട്. ഈ വെള്ളപ്പൊക്കത്തിന് ഞങ്ങളെ ആരും രക്ഷിച്ചില്ല. ഞങ്ങളുടെ പശുവിനെ ഒക്കെ ആയിട്ട് ഞങ്ങൾ നടന്ന് അക്കരെ കയറി പോവുക. ഈ കുന്നുംപുറത്താ വന്ന് കയറുത്. അന്ന് ആരും ഞങ്ങളെ ഇവിടെ ഫയർഫോഴ്സുകാർ പോലും വന്നിട്ട് രക്ഷിക്കാൻ കഴിയുമെന്നും പറഞ്ഞ് അവർ പോകുമായിരുന്നു. കോട്ടയത്ത് നിന്നുള്ള കുഴിയാപ്പടിയിൽ നിന്നുള്ള ഒരു വനിതയുടെ പ്രതികരണമാണ്. വലിയ പ്രതിഷേധത്തിലാണ് ഇവരൊക്കെ. ഇവരുടെയൊക്കെ വീടുകൾ നഷ്ടപ്പെട്ടു പോകുന്ന പശ്ചാത്തലത്തിൽ അവർ ആ പ്രതിഷേധം മാധ്യമങ്ങളെയും അധികൃതരെയും ഒക്കെ അറിയിക്കുകയാണ്. ഒരു മുന്നറിയിപ്പുമില്ലാതെയുള്ള നടപടികൾക്കെതിരെയാണ്. നമുക്ക് മലപ്പുറത്തേക്കൊന്ന് പോകണം. അനുമോദ്, മലപ്പുറത്ത് ഏത് ഭാഗത്താണ് അനുമോദം ഉള്ളത്? അവിടെ സർവേ ഇന്നുണ്ടോ? രഞ്ജിത്ത്, മലപ്പുറം തിരുനാവായ സൗത്ത് പല്ലാർ മേഖലയിലാണ് ഇന്ന് സർവേ നടക്കാൻ സാധ്യതയുള്ളത്. ശനിയാഴ്ച വൈകുന്നേരം ഇതിന്റെ അതിർത്തിയിൽ വെച്ച്, അതായത് തിരുനാവായ പഞ്ചായത്തിന് അതിർത്തിയിൽ വെച്ച് സർവേ അവസാനിപ്പിക്കുകയായിരുന്നു. വലിയ പ്രതിഷേധം തിരുനാവായയിൽ ശനിയാഴ്ച ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും സമാനമായ സാഹചര്യം ഉണ്ടായ സാഹചര്യത്തിൽ തിങ്കളാഴ്ച, അതായത് ഇന്നലെയും സർവേ നിർത്തിവെക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ രാവിലെ 10 മണിയോടെ ഉദ്യോഗസ്ഥർ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നാട്ടുകാരൊന്നും തന്നെ കൂട്ടം ചേർന്നിട്ടില്ല. കാരണം മറ്റൊരു തരത്തിലുള്ള പ്രതിരോധമായിരിക്കാം ആലോചിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് കൂട്ടം
ചേരുകയാണെങ്കിൽ ഒന്നിച്ച് കസ്റ്റഡി എടുക്കാനുള്ള സാധ്യതകളെ മുന്നിൽ കണ്ട് പോലീസ് അധികൃതർ വരുന്ന സമയത്തേക്ക് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒരു പ്രതിഷേധം നടത്തുവാനാണ് അവരുടെ ആലോചന എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഒരു തരത്തിലും ഈ മേഖലയിൽ സർവേ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. നമുക്കറിയാം ഈ ഒരു നിർദ്ദിഷ്ട കേരയിൽ പാത തിരുനാവായ വരെ ഇപ്പോഴുള്ള റെയിൽവേ പാതയ്ക്ക് സമാന്തരമായിട്ടാണ് വരുന്നത്. തിരുനാവായയിൽ നിന്നാണ് ഇത് തെക്കോട്ട് ദിശ മാറി തൃശൂർ മേഖലയിലേക്ക് കടക്കുന്നത്. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ ഏറ്റെടുത്തതിനേക്കാൾ കൂടുതൽ സ്ഥലം ഇവിടെ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അധികം ആളുകളെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും അധികം ആളുകളെ ഈ ഒരു സർവേ അഫക്റ്റ് ചെയ്യുന്ന മേഖലയും തിരുനാവായാണ്. ഏകദേശം 205-ലേറെ വീട്ടുകാർക്ക് ഈ ഒരു സർവേയുടെ ഭാഗമായിട്ട് ഈ പാതയുടെ ഈ ദിശയിൽ വരുന്നതായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ വലിയൊരു പ്രതിഷേധം അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിലുണ്ടായിരിക്കുന്നു. എന്താണെങ്കിലും 10 മണിയോടെ തന്നെ നടപടികൾ തുടങ്ങുമെന്നാണ് അധികൃതരുടെ ഭാഗത്ത്. കോട്ടയത്ത് വലിയ പ്രതിഷേധം അനുഭവം തുടരുക. കോട്ടയത്ത് വലിയ പ്രതിഷേധം നടക്കുന്നു. അതിലേക്ക് ആ നടപടികൾക്ക് ഇന്ന് വേണോ? സ്ത്രീത്ത് പ്രതിഷേധം തുടങ്ങിയല്ലേ? തീർച്ചയായും രഞ്ജിത്ത് പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇവിടേക്ക് ഈ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സാധാരണക്കാരായ ജനങ്ങൾ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് കല്ലിടാൻ സർവേ ഒപ്പം തന്നെ കല്ലും ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ നാട്ടുകാരായിട്ടുള്ള സ്ത്രീകളും ജനപ്രതിനിധികളും ഒക്കെ തന്നെ എത്തി ഇവിടെ പ്രതിഷേധം നടത്തുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ പ്രധാന റോഡ് അടച്ചെങ്കിലും ഇടവഴിയിലൂടെയൊക്കെ എത്തി അവർ ഇവിടേക്ക് എത്തുകയാണ്. എന്താണ് നിങ്ങളിനി എന്ത് ചെയ്യും എന്നാണ് പറഞ്ഞത്? എന്ത് ചെയ്യാനും ഞങ്ങൾ എന്ത് ചെയ്യാനാന്ന് പറയും. ഇത്രയും തന്റെ ഇടമൊക്കെ കാണിക്കാന്ന് പറഞ്ഞാ എന്നാ ഇതിനൊക്കെ സമാധാനം പറയുന്നേ? എന്തോ കഷ്ടപ്പെട്ട ഞങ്ങളൊരു മാടപ്പര 10ഉം 16ഉം ഞങ്ങൾ ഒരു ഉണ്ടാക്കി 16 വർഷം കിടന്ന ഒരെണ്ണം പൂർത്തിയാക്കിയത് ഇപ്പം. അല്ലാതെ വീട്ടിൽ 2 രോഗികൾ, അവർക്കൊരു തുള്ളി വെള്ളം പോലും ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അയ്യോ എന്നാ പറയാൻ ഇനി വരുന്നതിന്റെ ബാക്കി. ചത്താ ചത്തു, ജീവിച്ചാ ജീവിച്ചല്ലാതെ ഇപ്പൊ ഇനി എന്നാ പറയുന്നു. ഇവർക്കൊരു ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇനി പറഞ്ഞിട്ട് എന്തായാലും കാര്യമുണ്ടോ? സർക്കാരിനോട് ആവർത്തിച്ച് പറയുന്നുണ്ട് ഇതിൽ നിന്ന് പിൻവാങ്ങണമെന്നൊക്കെ. പക്ഷെ അവര് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്നാ ചെയ്യുന്നു? ഇനി അവര് ചെയ്യട്ടെ. ഇനി നമ്മൾ ഇനി പറഞ്ഞിട്ട് എന്തായാലും കാര്യമുണ്ട്? ഇതുവരെയും പറഞ്ഞിട്ട് അവരതൊന്നും അംഗീകരിക്കാത്തവര് ഇനി നമ്മൾ കുറെ കിടന്ന് പറഞ്ഞിട്ട് എന്നാ നേടാനാ? പിന്നെ ഉണ്ടെങ്കിൽ അവരിത് ചെയ്യോ? അവർ ചെയ്യോ? പിന്നെ ഞാൻ അയ്യാണ് ഇനി വന്നതിന് വരുന്ന പോലെ ചെയ്യുക. ഇറക്കി കിടക്കുന്നിടത്ത് കിടന്ന് ചാകാൻ പറ്റുന്ന ചാകുകയല്ലേ ഇപ്പൊ എന്നാ ചെയ്യാണ്? കുറിച്ച് ഇനി ഒന്നും പറയാൻ ഇനി ഒന്നും പറയാൻ ഇനി കുറച്ചധികം പറഞ്ഞിട്ട് എന്നേലും കാര്യമുണ്ട്. ഞാൻ അവരെ പറയാനുള്ള അപ്പുറം പറഞ്ഞ ഇനി പറഞ്ഞിട്ട് യാതൊരു അവർക്കൊരു ഇതില്ലെങ്കിൽ പിന്നെ എന്നാ എന്നാ വേണ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ എന്തിനധികം പറയുന്നത്? ഇനി എന്തിനാ പറയുന്നത്? നിസ്സഹായതയുടെ വാക്കുകളാണ് അവർ പങ്കുവെക്കുന്നത്. പോകുന്നില്ല അല്ലേ? ഞങ്ങളെ എന്നാ വലിച്ചങ്ങോട്ട് ഇട്ടോ, ഞങ്ങൾ എന്നാ വലിച്ചിട്ടോ. ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങക്ക് തഹസീൽദാർ ഒരു പേപ്പർ തരട്ടെ. ഞങ്ങളുടെ സർവേ നമ്പർ ഞങ്ങൾക്ക് ഇവിടെ ഒരു മീനച്ചിലാറിന്റെ ഒരു പ്രശ്നം വന്നു. അന്ന് ഇവരുടെ പുറകിൽ നടന്നിട്ട് ഇവര് പറഞ്ഞു പേപ്പർ വേണമെന്ന് പറഞ്ഞ് അതിന്റെ പരിസ്ഥിതി പ്രവർത്തകൻ ഹൈക്കോടതിയിൽ നിന്ന് പേപ്പർ കൊണ്ടുവന്നിട്ട് അവരത് അളന്ന് തിട്ടപ്പെടുത്തിയത്. എത്ര നാള് പുറകിൽ നടന്നേ പിന്നെ അതൊന്നും അവർ ചെയ്ത്. അതുപോലെ എവിടെയെല്ലാം കയ്യേറ്റങ്ങൾ നടക്കുന്നു. അല്ല ഞങ്ങൾ പറഞ്ഞില്ല ഇത് നിങ്ങൾ നടത്തിക്കുമെന്ന്. നമുക്ക് അതിന്റെ പേപ്പർ താ.
സാറേ ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കുമോ, ഞങ്ങൾക്ക് പോലീസുകാരോടോ അല്ലെങ്കിൽ സർക്കാരിനോടോ എതിരില്ല. അത് ഞങ്ങൾ തൊഴുതുകൊണ്ട് വീണ്ടും പറയുക, ഞങ്ങൾക്ക് സർക്കാരിനോട് എതിരില്ല. ഇന്ന് പെൺപിള്ളേരെ കൊണ്ട് നമുക്ക് വഴി കിടക്കാൻ പറ്റുമോ? നമുക്കറിയത്തില്ല. മൂലമ്പള്ളിയിൽ എത്ര 350 വീട്ടുകാർ ഇപ്പോഴും അവർക്കൊന്നും ആയിട്ടില്ല. ഇനി ഇപ്പം പ്രകൃതിക്ഷോഭം കൊണ്ട് പോവുകയാണെങ്കിൽ പോട്ടെ, അത് ദൈവവിധിയാ. ഒറ്റ പോക്കിന് എല്ലാരും ഒരു കുടുംബം മൊത്തം അങ്ങ് ചത്തുപൊക്കോളൂ. ഞങ്ങളുടെ ഇനി ഞങ്ങളുടെ ഒന്നുമില്ല സമ്പാദ്യം. ഇനി ഞങ്ങൾക്ക് ലോൺ കിട്ടുവോ? ലോൺ അത് വീട്ടാൻ നമ്മളെ കൊണ്ട് 30 കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി അടച്ചോണ്ടിരുന്ന ആളുകളാ. അല്ല, ഞങ്ങള് ഇവിടെ സർക്കാർ ബാങ്കിനെ പറ്റിച്ച ഒന്നും അല്ല ഞങ്ങൾ ഇവിടെ ഈ ലോൺ എടുത്ത് പെര പണിത്. ഇപ്പൊ ഇത് അറിഞ്ഞ നാള് ഇപ്പൊ സത്യം പറഞ്ഞ രാത്രി ഉറക്കമില്ല, അത്രേ ഉള്ളൂ. ഇവിടെ ഒരു നേതാക്കന്മാരുടെ വീട് പോകുന്നുണ്ടോ? ഇല്ല. സാധാരണ പാവങ്ങളുടെ സർക്കാർ. അപ്പൊ നമ്മൾ ആ ഒരു വിശ്വാസത്തിലിരിക്കുന്ന പാവങ്ങളുടെ സർക്കാർ നമ്മളെ സഹായിച്ചോളും എന്നോർത്ത് നമ്മൾ ഇരിക്കുന്നത്. ഇതുമായി കല്ലിടലുമായി മുന്നോട്ട് പോകുന്നു തന്നെയാണ് മുഖ്യമന്ത്രിയൊക്കെ പറയുന്നത്. മുഖ്യമന്ത്രിക്ക് പറയാമല്ലോ, പുള്ളി അധികാരം കയ്യിലുള്ളവർക്ക് എന്തും കൈയാളാം. പാവപ്പെട്ട മനുഷ്യന് ഇതിപ്പം തിരിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. എതിരെ കോൺഗ്രസ്, ഈ കല്ലിടാൻ വരുന്ന കോൺഗ്രസും ഇപ്പറേ CPM ആയിരുന്നെങ്കിൽ ഇവിടെ നടക്കുന്നത് എന്നാന്ന് നിങ്ങൾ ഇത്രയും പേർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ഇല്ലേ? ഇപ്പൊ എന്തെല്ലാം ഇവിടെ നാശം വന്നേനെ നമുക്കറിയാലോ. ചെറിയ കാര്യത്തിന് പോലും നിയമസഭയിൽ കിടന്നത് നമ്മൾ കണ്ടതല്ലേ ഇതൊക്കെ. ഞങ്ങളുമൊക്കെ TV-യിൽ അന്നേരം ലൈവായിട്ട് കണ്ട, നിങ്ങളെ പോലുള്ള TV-ക്കാരല്ലേ കാണിച്ചേ. ഒരു ചെറിയ ഇത് വികസനമാണ്. ഞങ്ങളോട് പറയട്ടെ, ഇത് ഇന്ന പോലെ ചെയ്യും. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വീട്ടിൽ കയറുന്ന വെള്ളം പറഞ്ഞല്ലോ. ആ സമയത്ത് ഞങ്ങളെ ഒരു മനുഷ്യര് തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒരു മനുഷ്യര്. ഈ തീവ്രവാദ സ്വഭാവമുള്ളവരൊക്കെ ഇഴഞ്ഞേറിയിട്ടുണ്ട് ഈ സമരത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട്. പൊന്നു സാറേ, ഞാൻ എന്റെ ID കാർഡുണ്ട്, ആധാർ കാർഡ് എല്ലാം ഉണ്ട്. എനിക്ക് വീട്ടില് ഭർത്താവുണ്ട്, കൊച്ചുണ്ട്. എനിക്കിത് തീവ്രവാദം ചെയ്തിട്ട് ഒന്നും നേടാനില്ല. ഒന്നും സത്യം പറയുന്നത് ഈ വന്നിരുന്ന് ചാനലിൽ പറയുന്നവർ എന്നാ പറയുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ ആദ്യമേ അവരാ തീവ്രവാദം നടത്തി ഇപ്പം വന്നേക്കുന്നത് അല്ലേ? നമുക്കറിയാലോ, ഇവിടെ കുടിവെള്ളാവകാശം അങ്ങനെ പല കാര്യങ്ങൾ നിയമങ്ങൾ പാസ്സാക്കിയവരില്ല. പിന്നെ ഞങ്ങൾ എന്നാ തീവ്രവാദം ചെയ്തെന്ന് പറഞ്ഞത്? ഞങ്ങൾ ഇവിടെ ഈ നാട്ടിൽ ജനിച്ചു വളർന്നവരാ. രാഷ്ട്രീയമല്ല നിങ്ങളുടെ വീട് എന്നുള്ളതാണ്. അയ്യോ, രാഷ്ട്രീയം ഇല്ല ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഒരു രാഷ്ട്രീയത്തിലും ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് കോൺഗ്രസ് നമ്മൾ ആളെ നോക്കിയാ വോട്ട് ചെയ്തോണ്ടിരുന്നെ. ആരെങ്കിലും തരൂ, അവര് തരൂ, നമുക്ക് ഒരു രാഷ്ട്രീയം ഇല്ല. ഞങ്ങളുടെ വീട് പോകാതിരിക്കണം, അതേ ഉള്ളൂ. അത് കവിഞ്ഞ കാര്യം. ആര് ഭരിക്കുന്നവര് ഭരിച്ചാലും ആര് ഭരിച്ചാലും അവർക്കല്ല. അല്ല എന്നതാ ജനങ്ങൾക്ക് എന്നാ കിട്ടുമെന്ന് ഈ പറയുന്നത്? ഇതുപോലത്തെ അവസ്ഥ ജനങ്ങൾക്ക്. രഞ്ജിത്ത്, എന്തായാലും വൈകാരികമായ പ്രതികരണങ്ങൾ. ഇവിടെ തൊട്ടടുത്തുള്ള ഇവിടേക്ക് എത്താൻ കഴിയുന്ന സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് എത്തിയിട്ടുള്ള വീട്ടമ്മമാരുടെ പ്രതികരണങ്ങളാണ് കണ്ടത്. എന്തായാലും ഈ പ്രതിഷേധമൊക്കെ തുടരുമ്പോഴും നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കല്ലിടൽ പുരോഗമിക്കുന്നു, കല്ലിടാനുള്ള കുഴി എടുത്തുകൊണ്ടിരിക്കുന്നു. ആ കുഴിയിലേക്ക് കല്ലിടാനുള്ള ശ്രമങ്ങൾ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ തൊഴിലാളികൾ രാവിലെ തന്നെ എത്തിയിരുന്നു. അവർ ഈ കുഴി എടുത്തുകൊണ്ട് ഇവിടെ കല്ലിടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർവേ നടപടികളും മറ്റുമായി ഉദ്യോഗസ്ഥരും കേരയിൽ ഉദ്യോഗസ്ഥരുമുണ്ട്. എന്തായാലും ഇന്നലെ എന്തായാലും കുഴിയെടുക്കാൻ ഉള്ള മോട്ടോർ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇന്ന് ഏതാണ്ട് 9 മണിയോടുകൂടി എത്തുക എന്നൊക്കെയുള്ളതായിരുന്നു ഇവരുടെ തീരുമാനം. എന്തായാലും ഇന്നലെ ഈ സമരക്കാരൊക്കെ എത്തുന്നതിന് മുൻപായി ഇന്ന് സമരക്കാരൊക്കെ എത്തുന്നതിന് മുൻപായി തന്നെ പോലീസ് എത്തി ഈ മേഖല കൃത്യമായി വേർതിരിച്ചുകൊണ്ട് ഇവിടെ കല്ലിടാനുള്ള നടപടികൾ ആരംഭിക്കുകയായിരുന്നു. എന്തായാലും ഇവരുടെ ഒക്കെ പറമ്പുകളിൽ കയറി കല്ലിടാൻ കുഴികളെടുത്ത് കല്ലിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. നിലവിൽ ഇതുവരെയും വലിയ രീതിയിലുള്ള ജനങ്ങളുടെ
ഒരുപാട് ആളുകളൊന്നും എത്തിയിട്ടില്ല. എത്തുന്നവരെ തന്നെ രണ്ട് ഭാഗങ്ങളായി നിന്നുകൊണ്ട് അത് തടയാനുള്ള നീക്കവും പോലീസ് കൃത്യമായി നടക്കുന്നു. ഈ കല്ലിടുന്ന സ്ഥലത്തേക്ക് കൂടുതൽ ജനങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. അതിനിടെ കല്ലിടൽ നടപടികളുമായി ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോവുകയുമാണ്. ഇന്നലെ വലിയ പ്രതിഷേധം കണ്ട രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രതിഷേധം നടന്ന സ്ഥലമാണ് കുഴിയാലിപ്പടി. പക്ഷേ ഇന്നവിടെ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ട് പോലീസ് അധികം പോലീസ് സന്നാഹത്തോടുകൂടി ഇവിടെ ഇപ്പോൾ ഏതാണ്ട് 10-15 പ്രതിഷേധക്കാരാണ് ഉള്ളതെങ്കിൽ ഒരു 100 പോലീസുകാരെങ്കിലും ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രതിഷേധം ഒരു തരത്തിലും പ്രതിഷേധം നടക്കില്ല, അത് അനുവദിക്കില്ല, പ്രതിഷേധക്കാർക്ക് ഒന്നും ചെയ്യാനാകില്ല എന്നൊരു സ്ഥിതിയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടെ കല്ലിടാനുള്ള നടപടികളുമായി ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോവുകയാണ്. രഞ്ജിത്ത്, എന്തായാലും കേരളയിൽ കല്ലിടൽ കുഴിയാലിപ്പടിയിൽ നടക്കുന്നു. കേരളയിൽ കല്ലിടാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രതിഷേധങ്ങൾക്കിടയിലും അത് സാധിക്കുന്നു എന്നുള്ളതാണ്. പെരുമ്പായിക്കാട് വില്ലേജിലാണ് ഈ സംഭവങ്ങൾ നടന്നു. എന്തായാലും ഇവിടെ കല്ലിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈ മഞ്ഞക്കല്ല് തന്നെ ഇട്ടിരിക്കുന്നു. കേരളയിലെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞക്കല്ല് തന്നെ ഇവിടെ എത്തി സിമന്റ് ഇട്ടുകൊണ്ട് ആ കല്ല് ഉറപ്പിക്കുന്ന കാഴ്ചകളാണ് ഉള്ളത്. പ്രതിഷേധക്കാർ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അവരുടെ ഇനിയുള്ള നടപടികൾ എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഈ പ്രതിഷേധക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് എപ്പോഴും നിങ്ങൾക്ക് ഈ കല്ലിന് കാവൽ നിൽക്കാൻ ആകില്ലല്ലോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് പിഴുതെറിയാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ എത്തിയ പ്രതിഷേധക്കാരെ എന്തായാലും തടഞ്ഞുകൊണ്ട് കല്ലിടലുമായി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണുള്ളത്. ഒരുപാട് പ്രതിഷേധക്കാർക്കൊന്നും ഇവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ ചെറിയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ തടഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഇനി എന്തായിരിക്കും നിങ്ങളുടെ ഒരു നടപടി? കൂടുതൽ ഇന്നലെയൊക്കെ ഒരുപാട് പേർ വന്നൊരു സ്ഥലം കൂടിയാണ്. അല്ലെ, ഇവിടെ ഇന്നലെ ജനത്തെ മുഴുവൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, വഴികളെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടൊന്നും ഈ വിഷയം തീരില്ല. ജനത്തിന് പറഞ്ഞ വരാൻ മാർഗങ്ങളുണ്ട്. ഇങ്ങനെയല്ല ഈ സമയമല്ല സർക്കാർ എടുക്കേണ്ടത്. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം. വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം. ഇന്നലെ 8 മണിക്കൂർ ഉപരോധം നടന്ന സ്ഥലമാണ്. ഇവിടെ പോലീസ് ഓഫീസേഴ്സും റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു. അവരാരും ജനത്തെ അഡ്രസ് ചെയ്യുന്നില്ല. ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. റവന്യൂവിന്റെ ഉദ്യോഗസ്ഥർ ഇതുവരെ കണ്ടിട്ടില്ല. ജനങ്ങളോട് സംസാരിക്കാൻ തയ്യാറല്ല. അവർ പോലീസിനെ ഉദ്യോഗിച്ച് കുറ്റിയിടാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു വാക്കെങ്കിലും അവർ പറയാൻ തയ്യാറാണ് എന്താ സംഭവിക്കുന്നതെന്ന്. തഹസിൽദാർ ഇന്നലെ മുതൽ വണ്ടിക്കകത്ത് കയറിയിരിക്കുക. എന്താ, ആരെ പേടിച്ചിട്ടാണ്? ഈ ജനങ്ങളെ പേടിച്ചിട്ടോ? ഈ ജനങ്ങളോട് വിശദീകരിക്കേണ്ടേ ഈ പദ്ധതിയെക്കുറിച്ച് എന്താണെന്നുള്ളത്? ഇപ്പൊ പിണറായി വിജയൻ പറഞ്ഞു ഓരോ ചെറിയ മീറ്റിംഗുകൾ വെക്കുന്നത്. എവിടെ മീറ്റിംഗ് വെക്കും? പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലത്ത് വെക്കണം, അല്ലാതെ പാർട്ടി പ്രവർത്തകരെ വിളിച്ചല്ല മീറ്റിംഗ് വെക്കേണ്ടത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കടമ. പോലീസിന്റെ കടമ അത് തന്നെയാണ്. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. ഈ സ്ഥലത്ത് ആ മനുഷ്യനോട് പറയാതെ കയറി കുറ്റിവെക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ അടുക്കളയിൽ കയറി കുറ്റിവെച്ചാൽ നിങ്ങൾ സമ്മതിക്കുമോ? അത് തന്നെയാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഏതായാലും ഈ കുറ്റി കൊണ്ടൊന്നും ഞങ്ങൾ പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. കുറ്റി വെച്ചേച്ച് അവരങ്ങ് പോകുമായിരിക്കും. കുറ്റി വെച്ചേച്ച് പോയാൽ ആ കുറ്റി അവിടെ കാണുകയില്ല. ഇതിലെ ട്രെയിൻ വരാൻ പോകുന്നില്ല. പിണറായി വിജയന് ഈ ട്രെയിൻ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകത്തില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് തരികയാണ്. അത്രേ ഉള്ളൂ. എന്തായാലും രഞ്ജിത്ത്, ഇതാണ് ഇവിടുത്തെ സ്ഥിതിവിശേഷം. ഇവിടെ പ്രതിഷേധക്കാർക്ക് എത്താൻ കഴിയാത്ത രീതിയിൽ പോലീസിന്റെ വലിയ ബന്ദോബസ്ത് തന്നെയുണ്ട്. ഈ റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇതിന്റെ ചില ഇടവഴികളിലൂടെ എത്തിയ കുറച്ചുപേർ മാത്രമാണ് നിലവിൽ ഇവിടെ ഉള്ളത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ തുടരുകയാണ്. സ്വാഭാവികമായും കല്ലിട്ട ശേഷം സാധാരണഗതിയിൽ ഈ കല്ലിന് കാവൽ നിൽക്കുന്ന ഒരു സ്ഥിതിയൊന്നും ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ സ്വാഭാവികമായും ഇവിടെ നിന്നും പോലീസ് മടങ്ങിക്കഴിഞ്ഞാൽ, ഇവിടെ ഇട്ട കല്ലുകൾക്ക് ശേഷം മടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇവർ ഈ കല്ല് പിഴുത് എറിയാനുള്ള സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാകുക എന്ന് കരുതേണ്ടി വരും. എന്തായാലും ഒരു കല്ലാണ് ഇവിടെ ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. തൊട്ടടുത്ത കല്ലുമായി മുന്നോട്ട് പോവുകയാണ്. തൊട്ടടുത്ത സ്ഥലത്ത് ഒരു ജനവാസ മേഖല തന്നെയാണ് ഇത്. നിരവധി വീടുകളുള്ള മേഖല തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഇന്നലെയൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാകാൻ ഒരു പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയായിരുന്നു. എന്തായാലും ഈ ഉദ്യോഗസ്ഥരെ വീണ്ടും തടയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഓരോ കല്ലിടുമ്പോഴും പ്രതിഷേധമുള്ള ശ്രമം നടക്കുകയാണ്.
രഞ്ജിത്ത്, നേരിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇവർ കല്ലിടുന്നത് തടയാൻ ഇവിടുത്തെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പോലീസുമായി ഒന്നും തള്ളും ഉണ്ടാകുന്നു. ഡിവൈഎസ്പി AJ തോമസ് ആണ് ഈ നടപടികൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് നടപടികൾക്ക് നിങ്ങൾ പറയുന്നത് ഞങ്ങളെ നേരത്തോട്ടുള്ള പരിപാടിയൊന്നും വേണ്ട. ഞങ്ങളിവിടെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ ഞങ്ങൾക്കും വരാം. ഈ കോമ്പൗണ്ട് സ്വകാര്യ വ്യക്തിയുടെ കോമ്പൗണ്ട് ഞങ്ങൾ റോഡൊന്നും വിരോധിക്കുന്നില്ല. ഇവിടെ കയറേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വീടിന്റെ ഉടമകളായിട്ട് ഇതിനകത്ത് കയറാൻ പറ്റില്ല. ഈ വീടിന്റെ ഉടമകളായിട്ട് പോലീസ് വണ്ടി ഒന്നും ഇവിടുന്ന് ഇറങ്ങില്ല. ഞാൻ എന്തായാലും മറ്റൊരു വഴിയിൽ കൂടി കല്ലിടാൻ ഉദ്യോഗസ്ഥർ ആ പറമ്പിലേക്ക് എത്തുന്നു. തൊട്ട് താഴെ പ്രതിഷേധം തുടരുകയാണ്. എന്തായാലും ഈ ആളുകളുടെ എണ്ണം നിലവിൽ ഇവിടേക്ക് ആളുകൾക്ക് എത്താൻ കഴിയുന്നില്ല. വിവിധ സ്ഥലങ്ങളിൽ പോലീസ് ജനങ്ങൾ ഇവിടേക്ക് എത്തുന്നവരെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ തടയുകയാണ്. കൗൺസിലർ ആണ് ഉള്ളത്. സാധിക്കത്തില്ല. പ്രതിഷേധം വേണ്ട 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 പദ്ധതി വേണ്ട വേണ്ട പദ്ധതി വേണ്ട വേണ്ട പ്രതിഷേധം 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 രഞ്ജിത്ത്, ഈ ഉപകരണം തട്ടിയെടുക്കാനുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് അതുമായി ഇവിടെ കുഴി കുത്താനുള്ള നീക്കം അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രിൻസ് ലൂക്കോസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ, ജോസഫ് ഗ്രൂപ്പിന്റെ നേതാക്കളാണ് പ്രിൻസ് ലൂക്കോസ് അങ്ങനെ ഉള്ളവർ ഇവിടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയുടെ കൗൺസിലർ ഉൾപ്പെടെയുള്ളവരും ഉണ്ട്, കോൺഗ്രസിന്റെ കൗൺസിലർമാരുണ്ട്. അങ്ങനെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധത്തിനാണ് ഇന്ന് ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത് എന്നതാണ് എടുത്തു പറയാനുള്ളത്. പോലീസിനെ തള്ളി മാറ്റിക്കൊണ്ട് ഇവിടേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവരും ഇവിടെയുണ്ട്. എന്തായാലും ഒരു കല്ലിട്ട് തൊട്ടടുത്ത് കല്ലിടാനുള്ള ശ്രമമാണ് ഇവിടെ തടഞ്ഞിരിക്കുന്നത്. വാർഡ് കൗൺസിലർ വിനു, ഒപ്പം തന്നെ കേരള കോൺഗ്രസ് നേതാവ് പ്രിൻസ് ലൂക്കോസ് ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇവിടെ നിന്ന് കല്ല് വീട്ടുടമസ്ഥൻ ഈ കല്ല് എടുത്തുകൊണ്ട് മാറുകയാണ്. ഇവിടെ നിന്ന് വീട്ടുടമസ്ഥനാണ് അദ്ദേഹത്തിന്റെ പറമ്പിലേക്ക് കൊണ്ടുവന്ന കല്ലെടുത്ത് റോഡിലേക്ക് കളയുകയാണ്. കല്ല് റോഡിലേക്ക് കളഞ്ഞിരിക്കുന്നു. ഇവിടെ ഇട്ടിരിക്കുന്ന കല്ല് കളഞ്ഞിരിക്കുന്നു.
എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയും ഈ പ്രതിഷേധ സ്ഥലത്തേക്ക് ഇതാ വാഹനത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കല്ല് പുറത്ത് കളഞ്ഞിരിക്കുന്നു. കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്താൻ തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതിഷേധം കുറച്ചാളുകളെ ഉള്ളൂ എങ്കിലും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. ചേട്ടന്റെ സ്ഥലമാണല്ലേ? എന്റെ അല്ല, എന്റെ സഹോദരന്റെ സ്ഥലമാണ് ഇത്. ഇപ്പം ഇവിടെ കല്ലിടുന്നതിന് പെർമിഷൻ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ എന്നോട് ഇത് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നോക്കിയതാ. അതാണ് കല്ലെടുത്ത് അല്ല, കല്ലെടുത്ത് കളഞ്ഞത് ഇപ്പൊ പറമ്പിൽ ചുമ്മാ അനാവശ്യമായിട്ട് ഒരു സാധനം കൊണ്ട് ഇടാൻ പറ്റുമോ? അത് ആവശ്യമുള്ളതാണ്. അതിനുള്ള പെർമിഷൻ ഒന്നും ഇല്ലല്ലോ. തന്നെയാ. പേപ്പറുണ്ടോ? പേപ്പർ കാണിച്ചു. എന്റെ പൊന്നു സാറേ, ഇന്നലെ എന്റെ ഒരു ആവശ്യത്തിന് അയർക്കുന്ന ശേഷം ചെയ്തു. ഒരൊറ്റ പോലീസുകാർ അവിടെ ഇല്ല, ഒരാളും ഇല്ല ഒരു കേസ് അറ്റൻഡ് ചെയ്യാൻ. ഈ കോട്ടയം ഡിസ്ട്രിക്റ്റിലെ എല്ലാ പോലീസുകാരും കല്ലിടാനായിട്ട് പുറം നടക്കുക. അപ്പം പബ്ലിക്കിന്റെ സേവനം ആര് നടത്തും? ഇന്നലെ എത്ര ലക്ഷം രൂപ ചെലവുണ്ട്? നമ്മൾ മാനസികമായിട്ട് ആകെ തറന്നിരിക്കുമ്പോഴത്തേക്കിന് കുണ്ടുകൾ എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയും ഈ കല്ലിടൽ തടയുന്നതിന് വേണ്ടി ഇവിടെ എത്തുന്നു. സമാന്തരമായി തന്നെ ഇവിടെ കല്ലിടാനുള്ള ശ്രമം നടക്കുന്നു. വീണ്ടും ഒരു തർക്കത്തിന് കാരണം ആകുന്നു. ഇവിടെ കുഴിയെടുക്കാനുള്ള ശ്രമം നടക്കുന്നു. അതെല്ലാം ഇടപെട്ട് തടയുകയാണ്. ഇവിടെ നിന്ന് കല്ലുമായി കുഴിക്കാനുള്ള ഉപകരണവുമായി ഇവർ മടങ്ങുകയാണ്. പ്രതിഷേധക്കാർ ഒപ്പം തന്നെ നിൽക്കുന്ന, പ്രത്യേകിച്ച് ജനപ്രതിനിധികളൊപ്പം തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും തിരിച്ചു മടങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ അത് എവിടെ വരെ മടങ്ങും? കാരണം ഇത്ര കുറച്ചാളുകളെ ഉള്ളെങ്കിൽ പോലും അത്ര അധികം വലിയ പോലീസ് സന്നാഹം തന്നെ ഇവിടെയുണ്ട്. ഇവരെ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്ത് മാറ്റിക്കൊണ്ട് ഒരു നടപടികളിലേക്ക് കടക്കുമോ പോലീസ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ആ കല്ലുമായി, കല്ലല്ല അത് ഉപകരണവുമായി അവർ മടങ്ങുകയാണ്. ഈ ഉപകരണം പിടിച്ചു വാങ്ങാനൊക്കെയായി ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചിരുന്നു. സ്വാഭാവികമായും അതിന്റെ ഭാഗമാണ് അങ്ങനെ ഒരു നീക്കമെന്ന് തന്നെ പറയേണ്ടി വരും. ഒരു പരിധിവരെ നടപടികൾ താൽക്കാലികമായി നിർത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതിഷേധം കനക്കുന്നു. കൂടുതൽ ആളുകൾ എത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ട്. എന്തായാലും ഇത്തരം ഉപകരണങ്ങൾ ഒരു കാരണവശാലും ഇവിടെ ഇറങ്ങി അത് ഇവിടെ കുഴിയെടുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കേരയിൽ വാഹനത്തിൽ തന്നെ ആ ഉപകരണം തിരിച്ച് കയറ്റാനുള്ള ശ്രമം നടക്കുന്നു. അതിഥി തൊഴിലാളികളാണ് ഇതിന് എന്തായാലും വീട്ടുകാരടക്കമുള്ള പ്രതിഷേധമാണ്. എനിക്ക് എന്നെ അറസ്റ്റ് ചെയ്താൽ എനിക്ക് ഒരു പേടിയില്ല. നിങ്ങൾ എന്നെ കൊണ്ടുപോകും, അങ്ങേയറ്റം നിങ്ങൾ വെടിവെച്ച് കൊല്ലും. അറിയാവോ, EMSന്റെ കാലത്ത് ഒരു ഗർഭിണിയെ കൊന്നതാ. ഒരു ഗർഭിണിയെ വെടിവെച്ച് കൊന്നു. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ആ വാശിക്കെതിരായിട്ടാണ് ഈ സമൂഹവും ഈ ജനതയും ഒരുമിച്ച് ഇറങ്ങി നിൽക്കുന്നത്. അതിനകത്ത് കക്ഷി രാഷ്ട്രീയ ബന്ധങ്ങളല്ല, അതിനേക്കാൾ അപ്പുറത്ത് മനുഷ്യത്വത്തിന്റെ ഹൃദയ ബന്ധമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അത് ജനങ്ങൾ ഒരുമിച്ച് നീങ്ങുകയാണ്. ഇനിയെങ്കിലും വാശി വെക്കാതെ ഈ ശമ്പളം പറ്റുന്ന ആളുകൾ ദയവായി പോകണം. നിങ്ങൾക്ക് ഇവിടെ നിന്നാലും നിങ്ങൾക്ക് മാസാവസാനം ശമ്പളം ഒരു ദിവസം എത്ര കിട്ടുമോ അത്രയും കാശ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഇവർക്കെന്ത് കിട്ടും? ഇവർക്കൊന്നുമില്ല. ഇവർക്ക് പട്ടിണി. ഇവരുടെ ഭൂമിയിൽ കയ്യേറി ഇത് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കിട്ടുന്ന മാസ ശമ്പളം നിങ്ങളുടെ കയ്യിൽ. ഇവിടെ ഇരിക്കുന്ന പാവപ്പെട്ടവർക്കോ അവർക്കൊന്നുമില്ല. അവർ പരമ പട്ടിണിയായിട്ട് കഴിയുകയാണ്. ദയവായി ഈ പാവങ്ങളെ ഉപദ്രവിക്കാതെ മടങ്ങിപ്പോകണം. ഇന്നലെ ഞാനിവിടെ വന്നിരുന്നതാണ്. ഇന്നലെ ഞാൻ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ 6 മണിക്കേ പിരിയൂ. കാരണം ഡ്യൂട്ടി ടൈം 6 മണിക്ക് തീരുക. നിങ്ങൾ 6 മണിക്കേ തീരൂ. ഇന്നിപ്പോ രാവിലെ 8 മണിക്ക് വന്നയാള് 8 മണിക്കൂർ തികയുമ്പോൾ അയാൾ സ്ഥലം വിടും. കാരണം അയാളുടെ ഡ്യൂട്ടി ടൈം തീരും. അടുത്ത ഡ്യൂട്ടിക്കാരൻ വരും. എന്നിട്ട് ഈ നാട്ടുകാരെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്?
ആ ഉപദ്രവത്തോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നടപടി. എനിക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും ഒരു വാക്ക് പറയാനുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ നിങ്ങൾ ജനപക്ഷത്ത് നിൽക്കണം, നിങ്ങൾ ജനങ്ങളുടെ ഹൃദയപക്ഷത്ത് നിൽക്കണം. നിങ്ങൾ ഈ നിഷ്ഠൂരമായ പ്രവർത്തനത്തിന് ഇവിടെ മുക്കാലിയെ കെട്ടിയ ഇരുമ്പ് തൂണും പിടിച്ചുകൊണ്ട് ഈ നാട്ടിലൂടെ വട്ടം കറങ്ങരുത്. അതുകൊണ്ട് മനസാക്ഷിയുള്ള ആളുകൾ നിങ്ങളും, എനിക്ക് നിങ്ങൾ ഡ്യൂട്ടി ഇട്ട് പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഈ തെറ്റായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കരുത്. ജനങ്ങളുടെ ഒരു ഹൃദയത്തിന്റെ മധ്യത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണം. സാമാന്യ മര്യാദയെങ്കിലും കാണിച്ചില്ലെങ്കിൽ ഫർദർ കോൺസിക്വൻസസ് വളരെ വലുതായിരിക്കും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. തിരുവനന്തപുരത്തിരിക്കുന്നവർക്കോ മറ്റേതെങ്കിലും പ്രദേശത്തുള്ളവർക്കോ ഇതിന് നിർദ്ദേശം കൊടുക്കുന്നവർക്കോ നിങ്ങളെ ഒരുപക്ഷെ രക്ഷിക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. ഇന്നിപ്പോ പറഞ്ഞിരിക്കുന്നു, DGP തന്നെ പറഞ്ഞു ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പോ ഇവർക്കെതിരായിട്ട് കേസ് വരാതാ 146, 147, 148, 149 എന്ന് പറഞ്ഞാൽ അനധികൃതമായി സംഘം ചേർന്നു എന്ന് പറഞ്ഞ് ഈ പാവങ്ങൾക്കെതിരെ കേസ് വരും. ഈ ഇപ്പുറത്തേക്കുന്ന എന്ത് അധികൃതമായി സംഘം ചേരില്ല? അപ്പോ ആളുകളെ കുത്തി ഇളക്കുകയാണ്, അവരെ അപമാനിക്കുകയാണ്, അവരുടെ ഭൂമി പിടിച്ചെടുക്കുകയാണ്. ഒരു ഉത്തരവുമില്ലാതെ എന്റെ നടുക്കുകൊണ്ട് കല്ലിടുകയാണ്. അടുക്കളയ്ക്കകത്തും കല്ലിടുന്ന ഒരു കേരയിൽ ഞങ്ങൾക്കിവിടെ വേണ്ട എന്നുള്ളത് തന്നെയാണ് ജനങ്ങളുടെ പൊതുവികാരം. ആ വികാരത്തോട് മാനിക്കണം. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലുള്ള ഒരു സമിതിയിൽ ചർച്ച ചെയ്യാം. ഈ നാട്ടിൽ നിയമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ദയവായി പോലീസിന്റെ പിന്തുണയോടുകൂടി നടത്തരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതിന്റെ കോൺസിക്വൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഗുരുതരമായിരിക്കും. അതുണ്ടാകാതിരിക്കണം. ഇവിടെ ഒരു കല്ല് അപ്പുറത്തിട്ടു എന്ന് തോന്നുന്നില്ലേ? ഒരു കല്ല് താഴെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. അത് സാറില്ല, നിങ്ങളെല്ലാം കൂടെ കൂടി അതങ്ങ് എടുത്താൽ മതി. അതോടുകൂടി കല്ലിന് ഹൃദയമില്ലല്ലോ. കല്ലിനേക്കാൾ ഹൃദയമില്ലാത്ത ആളുകളാണ് ഇതിനെ എതിർക്കാനായിട്ട് നിൽക്കുന്ന ആളുകൾ. അത് കണ്ട കരിങ്കല്ലിന്റെ ഹൃദയം, ചേച്ചി പറഞ്ഞ കൃത്യം, കരിങ്കല്ലിന്റെ ഹൃദയമുള്ള ആളുകളാണ്. അതുകൊണ്ട് കുറച്ചുകൂടി മൃദുവായി നിൽക്കണം. ഇവിടെ ഈ വീട്, നമ്മൾ ഈ നിൽക്കുന്ന വീടുണ്ട്, അവിടെ ഒരു അപ്പൂപ്പൻ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ പോയി നോക്കണം, ഹൃദ്രോഗിയാണ്. ഇവിടെ കിടന്ന് ഈ വീട്ടുപടിക്കൽ കിടക്കുന്ന ഈ ബഹളത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്വം ഇവിടെ വിമോചന സമരം കൊണ്ടുവരാൻ ശ്രമിച്ചവർക്കാണ് എന്ന് പറഞ്ഞ് തമാശ പറഞ്ഞ് വെടിപൊട്ടിച്ച് നടക്കുന്ന ചില ആളുകളുണ്ട്. അതൊന്നുമല്ല. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്ത വിധത്തിൽ നടപടിയെടുക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സാർ, ബംഗാളി പറഞ്ഞു സാറേ ഞങ്ങളെ ഒന്നും ചെയ്യരുത്, ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ടെന്ന്. ടൂറിന്റെ ആയിട്ട് പോകുന്നതിലും കൂടുതൽ ശമ്പളം ഇവിടെ ഉണ്ട്. ബംഗാളി പറഞ്ഞു ഞങ്ങൾ അവരിവിടെ വന്ന് ഞങ്ങളുടെ പോയി. അവര് വെറും അങ്കുട്ടച്ചാപ്പ് എന്ന് പറയും. ഹിന്ദിയിൽ പറഞ്ഞ, അല്ല മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുകുത്തികൾ പറയുന്നത് ചെയ്യുക. ശ്രീത്ത് തുടരുന്നുണ്ട്. ശ്രീത്ത്, എന്തായാലും തിരുവഞ്ചൂർ അടക്കമുള്ള ജനപ്രതിനിധികളുണ്ട് അവിടെ. ജനക്കൂട്ടം നേരത്തെ തുടക്കത്തിലെ പോലെയല്ല, അവർ വാശിയോടെ തന്നെ നിൽക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥരുടെ തീരുമാനം എന്താണ്? ഇത് ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് തലതിരിച്ചാ കുത്താൻ പോലും നോക്കുന്നത്. ഉദ്യോഗസ്ഥരിവിടെ കാത്തിരിക്കുകയാണ് രഞ്ജിത്ത്. എന്തായാലും ഒരു MLA തന്നെ രംഗത്തെത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. രാഷ്ട്രീയ നേതാക്കളും കൗൺസിലർമാരും ഒക്കെ എത്തുന്ന ഒരു സ്ഥിതിയുണ്ട്. എന്തായാലും ഇവിടെ പ്രതിഷേധം തുടരുന്നു. ഈ കുഴിക്കാൻ കൊണ്ടുവന്ന ഈ ഉപകരണം തിരിച്ച് ഈ വാഹനത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഒരു പരിധിവരെ ഇന്ന് രാവിലെ തുടങ്ങിയ പ്രതിഷേധത്തിന് ഒരു പരിധിവരെ വിജയം കാണുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഇന്ന് ഈ റോഡുകൾ അടച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. ക്ഷമിക്കണം, പോലീസ് ഈ ബന്ദോബസ്ത് ഒരുക്കിയത്. പക്ഷേ ഇടവഴികളിൽ കൂടെയൊക്കെ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന സ്ഥിതിയായിരുന്നു. ചേട്ടാ, ഇനിയിപ്പം എന്ത് ചെയ്യുകയാണ് നിങ്ങൾ? ഇതിപ്പോൾ റോഡുകൾ ഉപരോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള യാതൊരു മാർഗ്ഗവും ഇല്ലാതെയാകുകയാണ്. ഇപ്പം ഇവർ കഴിഞ്ഞ പ്രാവശ്യം മറ്റു സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ദിവസം വളരെ ബുദ്ധിമുട്ടായിട്ട് പോലീസുകാർ അനങ്ങാതെ നിൽക്കുന്നു, മര്യാദയ്ക്ക് നിൽക്കുന്നു, നമ്മുടെ ഭക്ഷണം വാങ്ങിച്ചെടുക്കുന്നു, എല്ലാം കണ്ടുപോകുന്നു. രണ്ടാമത്തെ ദിവസം വരുമ്പോൾ ഇവർ കാണിക്കുന്നത് മറ്റൊരു മോശമാണ്. കാരണം മെയിൻ റോഡുകളെ ഇപ്പോൾ എല്ലാ ഇട റോഡുകളും ബ്ലോക്ക് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് കടന്നു വരാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ കാട് കയറി ഇതിലേ വന്നേ, കാരണം അതിലെ വന്നപ്പോൾ കടത്തി വിടുക എന്ന് പറഞ്ഞു. അങ്ങനെ പ്രതിഷേധിക്കാനുള്ള അവകാശമില്ലാത്തതിന് ഗുണ്ടായിസം അവിടെ. ഇത് സർക്കാർ ഗുണ്ടായിസം ഒന്നും നടത്തണ്ടേ? ഞങ്ങളെയും കൂടെ കേൾക്കണം. ഞങ്ങളുടെ വസ്തു പോകുന്നതാണ്. ഞങ്ങളെ പഠിക്കാതെ എന്ത് രാഷ്ട്രീയം? അവന് കാശുണ്ടാക്കാൻ ഉണ്ടാക്കിയോട്ടെ. ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്കൊരു പേപ്പർ തന്നിട്ടില്ല. ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എന്ത് ചെയ്യണം? സാധാരണക്കാരാ, ഞങ്ങൾക്കൊരു പാർട്ടിൻ്റെ രാഷ്ട്രീയമല്ല പറഞ്ഞത്. ഞങ്ങൾ സാധാരണക്കാർ, ഞങ്ങളുടെ വീട് പോകുന്നുണ്ട്. ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ ഇന്നുവരെ? ഈ കല്ലിടാമെന്ന് എന്തിനാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പരിസ്ഥിതി വികസനമാണോ, പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ ഇത് കല്ലിട്ട് പൈസ വാങ്ങിക്കണം ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെയൊന്നും ബോധത്തിലെടുക്കണ്ടേ? ഞങ്ങൾ ഈ നാട്ടിലെ മനുഷ്യരല്ലേ?
ഞങ്ങൾ അടിമകളാണ്. പരിഹാരമൊക്കെ മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇന്നലെ വാഗ്ദാനങ്ങൾ എന്തെല്ലാം കിടക്കുന്നു, ആർക്കൊക്കെ വാഗ്ദാനം ചെയ്തേക്കുന്നു, എന്തെല്ലാം വികസനം പറഞ്ഞു. ഇവിടെ വികസനം വന്നിട്ടുണ്ടോ? ഇത് പക്ക അഴിമതിയല്ലേ? ജനങ്ങളെ പറ്റിക്കുന്ന അഴിമതിയില്ല ഒന്നുമില്ല. ഇത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. ഞങ്ങളെ കൊന്നേ ഇവിടുന്ന് പോവുള്ളൂ. ഫ്ലാറ്റ് വന്നിട്ട് ഫ്ലാറ്റിൽ ചെന്ന് ആടിനെ കോഴിനെ വളർത്താൻ പറ്റുമോ? ഇല്ല. ഫ്ലാറ്റ് വേണ്ട, തന്നാലും വേണ്ട. ഞങ്ങൾക്കുള്ള 10 സെന്റാണ് 10 സെന്റ്, 15 സെന്റാണ് 15 സെന്റ്, 1 സെന്റാണ് 1 സെന്റ്. അത് മതി ഞങ്ങൾക്ക്. ഞങ്ങൾ ഇത്രയും വർഷം ജീവിച്ച് ഞങ്ങളുടെ കാരണവന്മാർ കണ്ട മുതലാണത്. ഞങ്ങൾ കര അടയ്ക്കുന്ന വേറെ ആരും ഇതിനകത്ത് കര അടയ്ക്കുന്നത്. ഞങ്ങൾ സ്വന്തമായിട്ട് വില്ലേജിലും മുനിസിപ്പാലിറ്റിയിലും കൊണ്ടേ കര അടയ്ക്കുന്ന സ്ഥലമാണ് അത്. വില്ലേജിലും കര അടയ്ക്കുന്നുണ്ട്, മുനിസിപ്പാലിറ്റി നമ്മൾ കെട്ടിടക്കാരെ അടച്ചിട്ടുള്ള സ്ഥലമാണ് അത് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറാകത്തില്ല. പട്ടിണി കിടന്ന് ഇനി ഇപ്പം ഞങ്ങൾ പണിക്ക് പോകാൻ ഞങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചെന്ന് പറഞ്ഞാൽ പോലും സമ്മതിക്കത്തില്ല ഇതിന്.